ഹലോ നമസ്കാരം. രാവിലെ ഇങ്ങനെ മഴയൊക്കെ ആയതുകൊണ്ട് ചെറിയൊരു ട്രിപ്പ് പോകാനായിട്ട് ഇറങ്ങി. അങ്ങനെ നമ്മുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ റോസ്മലയിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ മഴയാട്ടോ, നല്ല മഴയാണ്, നല്ല വ്യൂവാണ്, നല്ല വ്യൂവും മഞ്ഞും കാര്യങ്ങളൊക്കെ ആയി. അങ്ങനെ ഞങ്ങൾ രാവിലെ ഫുഡ് കഴിക്കാനായിട്ട് സൈഡ് ചേർത്ത് വണ്ടിയൊക്കെ നിർത്തി കുറച്ച് നേരം വ്യൂസും കാര്യങ്ങളൊക്കെ ഒന്നും ഫോണിൽ പകർത്തി അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ എടുത്ത് കഴിച്ച് രാവിലെ ഇറങ്ങിയപ്പോൾ തന്നെ നല്ല മഴയായതുകൊണ്ട് ചെറിയൊരു റിസ്ക് കാണും എന്ന് വിചാരിച്ചായിരുന്നു. അങ്ങനെ ഞങ്ങൾ റോസ്മലയിലോട്ട് എൻ്റർ ചെയ്തിട്ടുണ്ട്. റോഡൊക്കെ പണി തുടങ്ങിയിട്ടുണ്ട്, എങ്കിലും കുഴപ്പമില്ല. നമ്മുടെ വണ്ടി ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവായതുകൊണ്ട് വളരെ പെതുക്കെയാണ് ഞാൻ പോയത്. അങ്ങനെ ഇടയ്ക്ക് വെച്ച് വണ്ടി ഇടയ്ക്ക് നല്ല റോഡിൽ കയറും, പിന്നെ നല്ല പന്ന റോഡിൽ ഇറങ്ങും, പിന്നെ നല്ല റോഡിൽ കയറും. അങ്ങനെ ഞങ്ങൾ കയറി പൊയ്ക്കൊണ്ടിരിക്കുക. അതിന് എതിരെ ഒരു വണ്ടി വന്നാൽ സൈഡ് കൊടുക്കാൻ പറ്റത്തില്ല, കാരണം നമ്മുടെ വണ്ടി ആടി പിടിക്കുകയും ചെയ്യും. എതിരെ വരുന്ന വണ്ടി എൻ്റെ വിട്ട് ഇറങ്ങുകയും ചെയ്യേണ്ടി വരും. അങ്ങനെ പുറകെ ഇരുന്ന് എൻ്റെ വൈഫാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഞാൻ വളരെ കെയർ ചെയ്ത് വണ്ടി ഓടിക്കുകയാണ്. എന്നിട്ടും 2 വട്ടം മഡ്ക്ലാഫ് പൊട്ടിപ്പോയി. അതിൻ്റെ ചെറിയൊരു വിഷമമുണ്ട്. കുഴപ്പമില്ല, അടുത്ത സർവീസിന് അത് കയറ്റി റെഡിയാക്കണം. അപ്പോൾ നിങ്ങൾക്ക് ക്യാമറയിൽ കാണുമ്പോൾ തന്നെ അറിയാം വണ്ടി നല്ല ഷേക്ക് ചെയ്താണ് പോകുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, എന്തെങ്കിലും ഒടിയോ ഇടിക്കുകയോ എന്തെങ്കിലും ചെയ്യുമോ എന്നൊരു ഡൗട്ടുണ്ട്. കാരണം വണ്ടി കറക്റ്റ് സർവീസാ കാര്യമെങ്കിലും ഇവനെ നമ്മൾ അങ്ങനെ ഓഫ് റോഡൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ വഴിയിൽ കാഴ്ചകളൊക്കെ ഉണ്ട്, ഒരുപാട് പേര് കാണികളൊക്കെ വന്നിട്ടുണ്ട്. ഒരുപാട് പേര് അവിടെ നിന്ന് ഇവിടുന്നതൊക്കെ ബൈക്കിനകത്ത് റോസ്മല കേന്ദ്രീകരിച്ച് വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ മുറ്റത്ത് കിടക്കുന്ന ഈ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയുന്നവരാണ്. നമ്മുടെ സ്വന്തം മുറ്റത്ത് കിടക്കുന്നതിന് നമുക്ക് മണമില്ല. സത്യം പറഞ്ഞാൽ ദൂരെ കിടക്കുന്നവർക്ക് റോസ്മല എന്നൊക്കെ പറഞ്ഞാൽ നല്ലൊരു വൈബ് തരുന്നൊരു സ്ഥലമാണ്. നമ്മളും അങ്ങനെ വിചാരിച്ച് റോസ്മലയൊക്കെ ഒന്ന് പോയി എൻജോയ് ചെയ്യാം. പക്ഷെ കയറിയപ്പോഴൊന്നും ഈ മലകളിങ്ങനെ മഞ്ഞ് മൂടി കിടക്കുന്നു, മേളിലൊന്നും ചിലപ്പോൾ ഒന്നും കാണത്തില്ല എന്നുള്ളൊരു ഫീലിൽ ഞങ്ങളിങ്ങനെ കയറി പൊയ്ക്കൊണ്ടേ ഇരിക്കുക. വൈഫും ചോദിച്ചു റോസ്മലയൊക്കെ എത്ര വട്ടം പോയിട്ടുണ്ട്, പിന്നെ എന്തിനാണ് പോകുന്നത്. അന്നേരം നമ്മൾ പിന്നെ വേറെ ഒന്നും നോക്കിയില്ല, അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ എൻ്റെ കൂടെ വന്ന സുഹൃത്ത് അവൻ ആദ്യമായിട്ടാണ് വരുന്നത്, അവനും അവൻ്റെ വൈഫും ആദ്യമായിട്ടാണ് റോസ്മലയ്ക്ക് വരുന്നത്. അങ്ങനെ ഞാൻ വിചാരിച്ചു അങ്ങനെ നീ വേണ്ട, നമുക്ക് നേരെ വണ്ടിയും കൊണ്ട് നേരെ കയറി പോകാം. അങ്ങനെ ആ ഒരു വ്യൂ പോയിൻറ്റിലെത്തി. ഞങ്ങൾ ആ വെള്ളത്തിൽ കൂടെ വണ്ടി പെതുക്കി ഒന്ന് എടുത്തു, അതിൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് എടുത്തു. വൈഫായിട്ടോ വീഡിയോ എടുക്കുന്നത്. എങ്കിലും ഞാൻ അങ്ങനെ സ്പീഡിൽ ഇറങ്ങിയില്ല. അവർ വെള്ളത്തിലൊക്കെ ഒന്ന് ഇറങ്ങി. അവരൊക്കെ അവരുടെ നാട്ടിലൊന്നും ഇതില്ല, അവർ തിരുവനന്തപുരത്തുകാരാണ്. പുള്ളിക്കാരൻ വളരെ എൻജോയ് ചെയ്തു. പുള്ളിക്കാരൻ പറയുകയും ചെയ്തു ഇതൊന്നും നമ്മുടെ നാട്ടിലില്ല, വളരെ എന്താ പറയുക ബ്യൂട്ടിഫുൾ കാഴ്ചകളല്ലേ. അങ്ങനെ നിന്ന് എൻ്റെ മക്കളെ ആ റേഞ്ചിലെത്തി. ഫുള്ളിരുട്ടും മഞ്ഞും. എന്തോ വൈബായിരുന്നു സത്യം പറഞ്ഞു. ഇത്രയും മഞ്ഞ് നമ്മുടെ മൂന്നാർക്ക് എന്തിനാ പോകുന്നത്, നമ്മുടെ സ്വന്തം നമുക്ക് മൂന്നാറുണ്ട് ഇവിടെ, നമ്മുടെ റോസ്മല. ആ മഴയും കൂടെ ആയതുകൊണ്ട് നല്ല മഞ്ഞാണ്. ഇപ്പോൾ നിങ്ങൾ ക്യാമറയിൽ കാണുന്നത് പറഞ്ഞാൽ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് ഹൈ ബീമിൽ ഇട്ടിട്ടുള്ള വെട്ടമാണ് ഈ ഫ്രണ്ടിൽ കാണുന്നത്. വെളിയിലോട്ട് ഇറക്കുമ്പോൾ ഫുള്ള് മഞ്ഞും നല്ല ക്ലൈമറ്റ് ആട്ടോ, നല്ല തണുപ്പാണ്. ഈ ഇടയ്ക്ക് റോഡ് പൊളിഞ്ഞ് കിടക്കുന്നുണ്ട്. 3 വട്ടം വണ്ടി അടി തട്ടി. എങ്കിലും ഞാൻ വളരെ ക്ലിയർ ചെയ്ത് നോക്കിപ്പോയി. തിരിച്ചു വന്നപ്പോൾ നല്ല പേടിയുണ്ടായിരുന്നു. പോകുന്ന ജീപ്പുകാർ പറയുന്നുണ്ട് 5 മണി വരെ വ്യൂ പോയിൻറ്റ് തുറക്കും, അതിനുള്ളിൽ തിരിച്ചിറങ്ങണം. അതുമല്ല ഒരുപാട് ലേറ്റാവാൻ നിൽക്കണ്ട. മഴവെള്ളം ഇറങ്ങി ആ ചപ്പാത്തി, നമ്മൾ നേരത്തെ ഇറങ്ങിയ ചപ്പാത്തി നല്ല വെള്ളം ഇറങ്ങാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കൊച്ചു വണ്ടികൾ സൂക്ഷിച്ച് പോകണം. അതിൻ്റെ റിസ്ക്കും അതിൻ്റെ ഒരു ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. നമ്മളങ്ങനെ താണ്ടെ ആ റോസ്മലയുടെ പഴയ ആ ഗ്രാമീണത പൊതുവിതരണ കേന്ദ്രം എന്നൊക്കെ പറയാം, നമ്മളതൊക്കെ കഴിഞ്ഞു. അതുകൊണ്ട് പിന്നെ നമ്മൾ ചെറിയ മഞ്ഞിലോട്ടിറങ്ങി. നല്ല മഞ്ഞ് കേട്ടോ, ഒരു രക്ഷയില്ല. കാണാൻ പറ്റുമെന്ന് വെച്ചാൽ ഇതിൽ അങ്ങനെയുള്ള മഞ്ഞില്ല, എങ്കിലും നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ നാട്ടിലൊക്കെ ഇത് കാണുമ്പോൾ ഒരു പ്രത്യേക അത്ഭുതങ്ങളല്ലേ. കുഴപ്പമില്ല, ഞങ്ങൾ നേരെ മുന്നോട്ടിറങ്ങി. കുഴപ്പമൊന്നുമില്ല, നേരെ മുന്നോട്ട് പോയി. നല്ല പെയ്യെ പോകുന്നത്, എന്നിട്ടും വണ്ടി നല്ല ഷേക്കാവുന്നുണ്ട്. ഞാൻ ഇതാണ്ടിപ്പോൾ ഈ വ്ളോഗ് ചെയ്യുമ്പോഴും എൻ്റെ മനസ്സിൽ എനിക്ക് നല്ല പേടിയുണ്ട്, വണ്ടിക്ക് എന്തെങ്കിലും കാര്യമായി സംഭവിക്കുമോ. കാരണം ഞാൻ നല്ല രീതിയിൽ കൊണ്ടു നടക്കുന്നൊരു വണ്ടിയാണ്. ഞാൻ കൊണ്ടുവന്ന് ഞാൻ സർവീസൊക്കെ ചെയ്തു, കുഴപ്പമൊന്നുമില്ല, വണ്ടി ഓക്കെയാണ്. എങ്കിലും ഇവിടെ വരാൻ ശ്രമിക്കുന്നവർ ഒരിക്കലും ഒരു കാറിനകത്ത് വന്നൊരു എക്സ്പീരിയൻസ് ഓക്കെ വരാം. വളരെ സൂക്ഷിച്ച് കെയർ ചെയ്ത് ഡ്രൈവ് ചെയ്ത് പോവുക, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ എങ്കിലും കാറിനകത്ത് ചെറിയ വണ്ടി, എൻ്റെ വണ്ടി സ്വിഫ്റ്റ് ഡിസയറാണ്, അങ്ങനെയുള്ള വണ്ടിക്കകത്ത് ഗ്രൗണ്ട് ക്ലിയറൻസ് കുറഞ്ഞ വണ്ടിക്കകത്ത് വരാതിരിക്കുന്നത് നിങ്ങളൊന്ന് നോക്കണം.
പക്ഷേ നമ്മൾ ഇച്ചിരി ലേറ്റായിട്ടാണ് ഇവിടുന്ന് ഇറങ്ങിയത്. ഉച്ചയ്ക്ക് ചോറൊക്കെ ഉണ്ടതിന് ശേഷം ഇറങ്ങിയത്. അന്നേരം ഞങ്ങൾക്കറിയാം ചെറുതായിട്ടൊന്ന് പണി പാളുമോയെന്ന്. അങ്ങ് ചെന്നപ്പോഴത്തേക്കിന് നമുക്ക് വ്യൂ പോയിൻ്റ് കാണാൻ പറ്റുമെന്നൊരു ചെറിയൊരു പേടിയുണ്ടായിരുന്നു. എന്തുവാനും വേണ്ടിയില്ല, നേരെ റോസ്മലയ്ക്ക് പോകണം എന്നുള്ള ഒറ്റ വാശിയായിട്ട് അങ്ങ് ഇറങ്ങി. കുഴപ്പമില്ല, നേരെ റോസ്മലയിൽ പോകാമെന്ന് വിചാരിച്ചു. അങ്ങ് മേളിൽ ചെല്ലാമെന്ന് വിചാരിച്ചു. എന്തുവാനും ടോപ്പിൽ ചെല്ലണം, ഇന്ന് ടോപ്പിൽ ചെല്ലണം എന്നുള്ളത്. കുറച്ച് നേരം കഴിഞ്ഞപ്പം നല്ല റോഡെത്തി. അതായത് കോൺക്രീറ്റ് റോഡ്. കുറച്ച് കോൺക്രീറ്റ് നല്ല റോഡ്, പിന്നെ പന്ന റോഡ് പൊളിഞ്ഞു പോകും. കാരണം നല്ല മഴ പെയ്യുമ്പം ഇവിടെ മഴവെള്ളം ഇറങ്ങുമ്പോൾ നല്ലോണം ഇടിഞ്ഞ് പോകുന്നുണ്ട്. കാരണം ഇവിടെ കൂടെ റോഡ് പണിയുന്നതാണ്. സത്യം പറഞ്ഞാൽ ഇവിടെ ഈ ഭാഗത്തേക്കുള്ളവരുടെ ജീവിതശൈലി വളരെ ദുർഘടമായിരിക്കും. കാരണം നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ എത്രയോ ഭാഗ്യവാന്മാരാണ്. നമുക്ക് ടൗൺ ഏരിയ, വണ്ടി, കാര്യങ്ങൾ, വെള്ളം, ഇവിടെയൊക്കെ ഉള്ളവർക്കൊരു എന്താ പറയുന്നത്, ഒരു അസുഖം വന്നാൽ പോലും കാരണം വളരെ മോശം സിറ്റുവേഷനാണ്. ഞാനവിടെ തിരക്കിയപ്പോൾ അറിയാൻ പറ്റിയത് ഒരു ഒരു 8-9 വർഷത്തിന് മുന്നെയാണ് ഇവിടെയൊക്കെ കറണ്ട് വന്നതും എല്ലാ വീട്ടിലും വയറിങ്ങുകളും കാര്യങ്ങളൊക്കെ ആയത്. അതിന് മുന്നേ ഇവിടെ സോളാറായിരുന്നു. പക്ഷേ എങ്കിലും ഇപ്പം കറണ്ട് പോയാൽ തന്നെയും ഒരു 3 ദിവസം 4 ദിവസമൊക്കെ കഴിഞ്ഞിട്ടേ ഇവിടെ കറണ്ട് വരത്തുള്ളൂ. അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനായി ഇവരുടെ നാട്ടുകാരുടെ. അത് കേൾക്കുമ്പോൾ വളരെ വിഷമമുണ്ട്. എങ്കിലും കുഴപ്പമില്ല, അങ്ങ് മേളിൽ കയറി പോയിട്ട് തിരിച്ചു വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു പേടി മനസ്സിലുണ്ട്, വലിയ ആനയോ എന്തെങ്കിലുമൊക്കെ ചാടുമെന്ന്. പക്ഷേ എതിരെ വണ്ടികളൊന്നും വരുന്നുണ്ട്, അതുകൊണ്ട് വേറെ പേടികളൊന്നുമില്ല. സൈത്തിന് പുതിയൊരു എക്സ്പീരിയൻസ് ഉണ്ട്. സൈത്ത് പറഞ്ഞ് സൂക്ഷിച്ച് പോകാം, അല്ലെങ്കിൽ നമുക്ക് തിരിച്ച് പോകാമെന്നൊക്കെ പറഞ്ഞു. എങ്കിലും കുഴപ്പമില്ല, ഞങ്ങൾ ചെറിയൊരു യാത്രയിലോട്ടൊക്കെ നീണ്ടു. അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ വീഡിയോക്കകത്ത് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ പറ്റാത്തതായിട്ടുണ്ടായിരുന്നു. കാരണം വേറെ ഒന്നുമല്ല, വീഡിയോ എടുത്ത് ഡ്രൈവിങ്ങിനകത്ത് ചെറിയൊരു ഇതുകൂടെ ആകുമ്പോൾ എനിക്കൊരു പേടിയാണ് മനസ്സിലുണ്ടായിരുന്നത്. അതുകൊണ്ടാണ്. കാരണം സേഫ്റ്റി ഫസ്റ്റ് അല്ലേ. ഞങ്ങളങ്ങനെ തിരിച്ചിറങ്ങി, നേരത്തെ ഇറങ്ങിയെടുത്ത് നിർത്തി ഒന്ന് വ്യൂ പോയിൻറ്റിലൊക്കെ നിന്ന് ഞങ്ങൾ തിരിച്ച് എല്ലാം കഴിഞ്ഞു. എല്ലാവരെയും ഒന്ന് നന്ദി.